നമസ്കാരം. മെഡിസിനെറ്റ് ഇന്ത്യ വിഷനിലേക്ക് സ്വാഗതം. വന്ധ്യതയും ഗർഭമലസലും എന്ന വിഷയമാണ് ഇന്നത്തെ മെഡിസിനെറ്റ് ഇന്ത്യ വിഷൻ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ജോളി തോമസനാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത്. പ്രേക്ഷകർക്കും തത്സമയം ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484170708. പ്രത്യേകം ഓർക്കുക, ലാൻഡ് ഫോണിൽ നിന്ന് മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കൂ. ഡോക്ടർ, അടുത്ത കാലത്തായി വന്ധ്യതയും അബോർഷനും കൂടി വരികയാണ്. എന്താണ് ഇതിന്റെ കാരണം? ബേസിക് ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് കൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് വന്ധ്യതയ്ക്കാണെങ്കിലും അതുപോലെ അബോർഷൻസ് ആണെങ്കിലും കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. അപ്പം വന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം മാരേജ് ടൈം, ലേറ്റ് മാരേജും അതുപോലെ തന്നെ കപ്പിൾസ് ദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള സമയവും സാഹചര്യവും കുറഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ അബോർഷനും ഈ റീസൺസ് ഒരു പരിധിവരെ ഏജ് കൂടുമ്പം പ്രഗ്നൻസി ഉണ്ടാകുമ്പം നാച്ചുറലി അബോർഷനുള്ള ചാൻസ് കൂടുകയാണ്. അതായത് ഒരു 30-35 കഴിയുമ്പോഴേക്കും അബോർഷന്റെ ചാൻസ് ഒരു ലേഡിയിൽ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസും അത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ബേസിക്കലി വരുന്ന 2 ടൈപ്പാണ്. ഒന്ന് ഇൻഡ്യൂസ്ഡ് ആയിട്ട്, അതായത് അൺവാണ്ടഡ്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കാതെ ഇരുന്നിട്ട് വേണ്ടാന്ന് മനഃപൂർവ്വം വയ്ക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടാണെങ്കിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം ചിലപ്പം ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വളർച്ചയില്ലാതെ വരുമോ, അല്ലെങ്കിൽ 3-4 മാസമായി കഴിയുമ്പം വളർച്ച ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അബോർഷൻ പ്രസവിക്കുക, അതുപോലെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരിച്ചു പോവുക, ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് അബോർഷൻ വരാറുണ്ട്. ഡോക്ടറിന് പറഞ്ഞു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള 2 തരത്തിലുണ്ട്, ഗർഭമലസലും അലസിപ്പിക്കലും. ഈ പ്രോസസ് ഒന്ന് കൃത്യമായിട്ട് വിവരിക്കാൻ ശ്രമിക്കും. ഗർഭം അലസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രഗ്നൻസി, കൊച്ചിന്റെ ഗർഭപാത്രത്തിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അത് കപ്പിൾ, ഭാര്യ, അമ്മയുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ആഗ്രഹം, അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്, വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യം. അതിപ്പം ടീനേജ് അൺമാരീഡ് പ്രഗ്നൻസി, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് വെച്ച് വരുന്നത്, അങ്ങനെ വരാം. അതുപോലെ തന്നെ കപ്പിൾ മാരീഡ് ആയിട്ടുള്ളവരിലാണെങ്കിലും ഒരു കുഞ്ഞുണ്ടായി ഒരു 3-4-5 മാസം ആകുമ്പോൾ തന്നെ അടുത്ത പ്രഗ്നൻസി വരിക. അപ്പം അവർ എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും പലപ്പോഴും അബോർഷന്റെ ദമ്പതികൾ ചോദിക്കാറുണ്ട്. പിന്നെ വരാവുന്ന നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് അതുപോലെയുള്ള ചില